പടിഞ്ഞാറങ്ങാടി ഇനി വിലക്കുറവിന്റെ വലിയ അങ്ങാടി അൽമിയ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് പടിഞ്ഞാറങ്ങാടി. വേനൽ കനത്തതോടെ തൂതപ്പുഴയിൽ താൽക്കാലിക തടയണ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. നഗരസഭാ പരിധിയിൽ നടക്കുന്ന വിവിധ പ്രവൃത്തികൾ കാരണം കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരവെ പുഴയിലെ ജലനിരപ്പ് താഴുന്നതാണ് സ്ഥിതി ഗുരുതരമാക്കുന്നത്. ഇതോടെ വർഷം തോറും നിർമ്മിക്കാറുള്ള താൽക്കാലിക തടയണ നിർമ്മിക്കണമെന്നാണ് ആവശ്യം. കടുത്ത വേനലിൽ ചൂട് വർദ്ധിക്കുന്നതോടൊപ്പം ചെർപ്പളശ്ശേരി നഗരസഭയിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ്. നഗരസഭാ പരിധിയിൽ നടക്കുന്ന 4 പദ്ധതികൾ മൂലം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ല എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. വിവിധ പ്രവർത്തികൾ കാരണം കുടിവെള്ള വിതരണ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിലെ അപാകതയും പൈപ്പുകൾ നിരന്തരമായി പൊട്ടുന്നതും കുടിവെള്ള വിതരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. തൂതപ്പുഴയിലെ ജലനിരപ്പ് താഴുന്ന പ്രശ്നം മുൻകാലങ്ങളിൽ വേനൽ കനയ്ക്കുമ്പോൾ താൽക്കാലിക തടയണ നിർമ്മിക്കാറുണ്ടെങ്കിലും ഇതൊന്നും ഇപ്പോൾ നടപ്പായിട്ടില്ല. തൂതപ്പുഴയിലെ ജലനിരപ്പ് താഴുന്ന പ്രശ്നത്തിന് മുൻകാലങ്ങളിൽ വേനൽ കനയ്ക്കുമ്പോഴേക്കും താൽക്കാലിക തടയണ നിർമ്മിക്കാറുണ്ടെങ്കിലും ഇതൊന്നും ഇപ്പോൾ നടപ്പായിട്ടില്ല. തൂതപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നതോടെ അമ്പിയാടിലും വെള്ളം ലഭിക്കാത്ത സ്ഥിതിയാണ്. ഇത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ പമ്പ് ഹൗസിലെ 3 മോട്ടോറുകൾ നിരന്തരമായി പ്രവർത്തിപ്പിച്ചാണ് കുടിവെള്ളം വിതരണം നടത്തുന്നത്. പ്രശ്നം ഗുരുതരമായി തുടരുമ്പോഴും നഗരസഭാ ഭരണസമിതിയുടെ നിഷേധാത്മക നിലപാടുകൾ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. വേനൽ കടുത്തതോടുകൂടി ചെർപ്പളശ്ശേരി നഗരസഭാ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. അതിന് നേരിടാൻ ആദ്യഘട്ടം എന്നോണം നഗരസഭ ടാങ്കർ ലോറിയിൽ വെള്ളം വിതരണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ ലൈനിലൂടെ വെള്ളം വിതരണം നടത്തിയാൽ മാത്രമേ വെള്ളക്ഷാമത്തിന് പരിഹാരമാകൂ. അത് വേനൽ വരുന്നതോടുകൂടി പുഴയിൽ വെള്ളം താഴുമ്പോൾ അതിന് താൽക്കാലിക തടയണ എല്ലാ വർഷവും നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കാറുണ്ട്. എന്നാൽ ഈ വർഷം അതിനു വേണ്ട മുന്നൊരുക്കങ്ങളോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ കൗൺസിലോ ഒന്നും നടന്നിട്ടില്ല. വേനൽക്കാലം വരുമ്പോൾ ആ ഒരു സമയത്ത് ചെയ്യേണ്ടതല്ലാതെ മുന്നൊരുക്കമായി തടയണ നിർമ്മിക്കുന്നത് എത്രയും പെട്ടെന്ന് നഗരസഭ നടത്തണം എന്നാണ് ഈ സമയത്ത് ആവശ്യപ്പെടാറുള്ളത്. വെള്ളവും വെളിച്ചവും ഒക്കെ നഗരസഭയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട മനുഷ്യർക്ക് ചെയ്തു കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളാണ്. ചെർപ്പളശ്ശേരിയിലെ തെരുവിളക്കുകൾ വഴിവിളക്കുകൾ കണ്ണടച്ച മാസങ്ങളായി. ഇപ്പോഴും അതിലൊരു കൃത്യമായ ടെൻഡർ നൽകാനോ അതിനെ ആളെ തീരുമാനിക്കാനോ ഒന്നും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. നിലവിൽ ചെർപ്പളശ്ശേരിയിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ നേരെയാക്കുന്ന കരാറുകാരൻ വർക്ക് അവസാനിപ്പിച്ചു പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ കുടിവെള്ളവും വരും ദിവസങ്ങളിൽ ചെർപ്പളശ്ശേരി നഗരസഭാ പരിധിയിൽ വലിയ രൂക്ഷമായ കുടിവെള്ളക്ഷാമവും നേരിടും. അപ്പോൾ അത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ നഗരസഭ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്.